ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റൂട്ട് ആട്ടോ ഇലക്ട്രിക്കലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സീരീസിൽ വരുന്ന ഇൻവെർട്ടറാണ്. ഇത് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് സീരീസ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിൽ BMS പോർട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്, വൈഫൈ കണക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ എർത്തിൻ്റെ കണക്ഷൻ താഴെയായിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കി AC ഇൻ, AC ഔട്ട്, അതിൻ്റെ സെക്കൻഡറി ഔട്ട്പുട്ട്, ബാറ്ററി കണക്ഷൻസ്, പിന്നെ PVയുടെ ഇന്ന് എല്ലാം കാണാം. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതിൻ്റെ മാക്സിമം PV ഇൻപുട്ടും മറ്റു കാര്യങ്ങൾ. ഇത് 6.2 kW ആണ്. പിന്നെ അഡീഷണലായിട്ട് പവർ ഓൺ സ്വിച്ചും ഒരു എയർ വെൻറ്റും കാണാൻ പറ്റും. ഇത്രയും ഐറ്റംസാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഈ സൈഡിലത്തെ ഈ എയർ വെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഊരി ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വൈഫൈ ഡോങ്കിൾ ആൾറെഡി വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് അവരുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. BA സർട്ടിഫിക്കറ്റോടുകൂടി വരുന്ന ഈ ഒരു ഇൻവെർട്ടറിന് പ്രൈസ് 50,000 ആണ്. പിന്നെ ഈ വീഡിയോ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വൈഫൈ ഡോങ്കിൾ സ്മാർട്ട് ESS ആപ്പ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ള ഒരു ടൈപ്പ് വൈഫൈ ഡോങ്കിളാണിത്. ഈ ഒരു കേബിൾ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈഫൈ അഡാപ്റ്റർ അങ്ങോട്ടോ നീക്കിയൊക്കെ വയ്ക്കാൻ പറ്റും. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസുകളൊന്ന് വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും പോർഷൻ മിസ്സിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് നമുക്ക് അടുത്തൊരു പാർട്ട് ഇറക്കാം. സൈഡിലത്തെ സ്ക്രൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇൻറ്റേർണൽ പാർട്സ് കാണാൻ പറ്റും. ഇതിൽ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ LED ലൈറ്റിൻ്റെ ബോർഡും LED ലൈറ്റിൻ്റെ കൺട്രോൾ ബോർഡും പിന്നെ അതുകൂടാതെ ഡിസ്പ്ലേയുടെ കൺട്രോൾ ബോർഡുകളും കാണാൻ സാധിക്കും. കൂടാതെ ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. ഇതൊരു സിംഗിൾ ബോർഡാണ് വന്നിരിക്കുന്നത്. സാധാരണ മിക്കവാറും വരുന്ന ചൈനീസ് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറുകളിലെല്ലാം ഈ ഒരു സിംഗിൾ ബോർഡാണ് സാധാരണ കാണാറുള്ളത്. പിന്നെ ഈ മുകളിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എയർ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് പലപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. നമുക്കിതിൻ്റെ സൈഡിലത്തെ സ്ക്രൂസ് വെച്ചിട്ട് ഇതിൻ്റെ അകത്തെ കണക്ഷൻസും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം, അതിനും മറക്കരുത്. ഇതിൻ്റെ കണക്റ്റേഴ്സ് നമ്മൾ തൊട്ട് മുമ്പ് പലപ്പോഴും ഈ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുള്ള മസ്റ്റ് ഗ്രിഡോ അല്ലെങ്കിൽ ഗോട്ടുവിൻ്റെയൊക്കെ ഇൻവെർട്ടറിനുമായിട്ട് സാമ്യമുള്ളൊരു കണക്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. സാധാരണ ഈ റേഞ്ചിൽ വരുന്ന എല്ലാം ഇങ്ങനത്തെ ഒരു കണക്ടറാണ് കാണാറുള്ളത്. അത് AC കണക്ഷൻസും പിന്നെ താഴെയായിട്ട് ബാറ്ററി കണക്ഷൻസാണ് വരുന്നത്. ബാറ്ററി കണക്ഷൻ്റെ ഇടയിൽ ചെറിയൊരു സെപ്പറേറ്റർ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഫാനും പിന്നെ അത് കഴിഞ്ഞിട്ട് PV ഇൻപുട്ടുമാണ് വരുന്നിരിക്കുന്നത്. ഈ 2 ഫാൻ ടെമ്പറേച്ചർ കൺട്രോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും ഈ 2 ഫാനും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഫാൻസ് വർക്ക് ചെയ്യുമ്പോൾ ഇത് വെളിയിൽ നിന്ന് എടുക്കുന്ന എയർ ഈ ഒരു എയർ വെൻ്റ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫിൽറ്ററിലായിരിക്കും പൊടിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 2-3 മാസം കൂടുമ്പോൾ ആ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. 2 സൈഡിലും ഫിൽറ്റർ വരും. ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് എക്യുപ്മെൻറ്റിൻ്റെ കുറച്ചും കൂടെ നല്ലൊരു റിലയബിൾ ഓപ്പറേഷന് സഹായിക്കും. ടെസ്റ്റിംഗ് പർപ്പസിനായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 16 ആമ്പിയറിൻ്റെ സോക്കറ്റിലാണ് കണക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി ഒരു ലെഗ് അടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ലെഗ് അടിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കൃത്യമായി ലെഗ് അടിച്ച് തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സോളാറിൻ്റെ കണക്ഷൻ ലൈനിൽ ലെഗ് അടിച്ച് ഉപയോഗിക്കുക. അപ്പോൾ താഴെ ഞാനിപ്പോൾ ഒരു ഇൻസുലേഷൻ്റെ പൊട്ടിച്ചിട്ടുണ്ട്, വേറെ ഷോർട്ട് സർക്യൂട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു മെറ്റൽ പാർട്ടാണ്. ലെഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി വേണ്ട. പിന്നെ ഒരു 6 4 വയർ മതിയാവും നമുക്ക് സോളാർ കണക്ട് ചെയ്യുന്നത്. ഒരു 500 വോൾട്ട് വരെ VOC സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറാണ്. ഇതിൽ AC-യുടെ കണക്ഷൻസാണ് നമുക്കിവിടെ വരുന്നത്. DC സൈഡ് അപ്പുറത്ത് അടുത്ത സൈഡിലും വരും. ഇത് നമുക്ക് 2 കണക്ഷൻ മാത്രം എടുത്താൽ മതി. ഇതിൽ മൂന്ന് ഔട്ട്പുട്ട് പോർട്ട് എടുക്കാനായിട്ട് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് സെക്കൻഡറി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് 3 തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ 2 ഔട്ട്പുട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് AC ഇന്നും AC ഔട്ടും. ഇതിൻ്റെ സെക്കൻഡറി ഞാനിപ്പോൾ എടുത്തിട്ടില്ല. സെക്കൻഡറി നമുക്ക് വേണമെങ്കിൽ പിന്നീട് കോൺഫിഗർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഞാനിപ്പോൾ സമയം ഒരുപാട് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ മുമ്പ് കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ എർത്ത് കോമൺ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബോഡി എർത്തായിട്ടും അത് ആക്ട് ചെയ്യും. നമുക്ക് ഇനി കണക്ട് ചെയ്യാനുള്ളത് ബാറ്ററി കണക്ഷനും സോളാർ കണക്ഷനുമാണ്. എന്തായാലും നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാതെ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാ കണക്ഷൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേക്കർ വെച്ചിട്ടാണ് ബാറ്ററി കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വഴി ബാറ്ററിലെസ് ഓപ്പറേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. സോളാർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതിൻ്റെ പവർ സ്വിച്ചിൻ്റെ മുകളിലായിട്ട് അഡീഷണൽ ഒരു വാണിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇത് ബാറ്ററിലെസ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യും എങ്കിലും നിങ്ങൾ ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ കണക്ട് ചെയ്യണം. അല്ലാതെ ഗ്രിഡ് ഓൺ ചെയ്ത ശേഷം ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററിക്കും ഇൻവെർട്ടറിൻ്റെ ഇടയിൽ ഞാനൊരു DC ബ്രേക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ബാറ്ററിലെസ് ഓപ്പറേഷൻ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാറ്ററിലെസ് ഓപ്പറേഷനും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. സൈഡിലത്തെ വാണിംഗ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഡു നോട്ട് കണക്ട് ബാറ്ററി ആഫ്റ്റർ ദ യൂട്ടിലിറ്റി ഈസ് ടേൺഡ് ഓൺ എന്നവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതായത് ബാറ്ററി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി, അതായത് നമ്മുടെ ഗ്രിഡ് ഓൺ ആകുന്നതിന് മുമ്പേ കണക്ട് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ സോളാറിൻ്റെ ബ്രേക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സോളാറിൻ്റെ ബ്രേക്കർ ഓൺ ചെയ്ത സമയത്ത് എനിക്ക് ഡിസ്പ്ലേയിൽ ഇത്രയും കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ BP എന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററി പ്രസൻറ്റ് അല്ലാത്തതുകൊണ്ടാണ് BP കാണിക്കുന്നത്. പിന്നെ ബാക്കി ഇൻവെർട്ടർ ഓഫാണ് സ്റ്റാറ്റസ്. ഈ ഇൻവെർട്ടറിനെ നമുക്ക് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ സോളാറിൽ മാത്രം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പം സൈഡിൽ ഓൺ സ്വിച്ച് ഉണ്ട്.
ഓണാക്കിയ ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. ഇതിലെ ലോഡ് ഞാനിപ്പോൾ മറ്റേ ഔട്ട്പുട്ട് പ്ലഗ് വഴി എന്തെങ്കിലും കണക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ലോഡിലേക്ക് ഇപ്പോൾ 0 വാട്ടാണ് കാണിക്കുന്നത്. ആ ലോഡിൽ ഇപ്പോൾ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഈ സ്ക്രീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോളാറിൽ നിന്ന് കിട്ടുന്നത് 131 വോൾട്ടാണ്. ഇത് 230 വോൾട്ട് ആണ് ഔട്ട്പുട്ട് തരുന്നത്. ഇപ്പോൾ 131 വോൾട്ട് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 പാനലേ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ ടെസ്റ്റിങ്ങിനായതുകൊണ്ട്. പിന്നെ BP ബാറ്ററിയുടെ ഇഷ്യൂ ആണ്. ബാറ്ററി നമ്മുടെ ആ ബ്രേക്കർ ഓഫാണ്. പിന്നെ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ലോഡ് കുറച്ച് കൂടുതൽ കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കുറച്ച് ലോഡ് ലൈറ്റ് ലോഡ് മാത്രമാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. ബ്രേക്കർ ഓഫാണ്. ഇതിപ്പം ബാറ്ററിയുടെ ബ്രേക്കറാണ്. ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ കുറച്ച് കൂടുതൽ ലോഡ് കൊടുത്ത് നോക്കാം. പർപ്പിൾ കാണിക്കാൻ കാരണം ഇതിപ്പോൾ സോളാറിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സോളാറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പർപ്പിൾ ലൈറ്റ് കാണിക്കുന്നത്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ 900 വാട്ട്സാണ് സോളാറിൽ നിന്ന് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ കണക്ട് ചെയ്തത് 1200 വാട്ട്സാണ്. ഇൻഡക്ഷൻ കുക്കറാണ് ഓൺ ചെയ്തത്. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്ത സമയത്ത് ഇത് ട്രിപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തിരിച്ച് വീണ്ടും ഓണായി ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതിലൊരു ബൾബ് മാത്രമേ അല്ലാതെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇൻഡക്ഷൻ കുക്കർ ഇപ്പോൾ ഓഫാണ്. ഓഫായ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി റെസ്യൂം ചെയ്യുന്നുണ്ട്. റീസ്റ്റാർട്ട് ഓപ്ഷൻ നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൻ്റെ സെറ്റിങ്സിൽ ഓൾറെഡി ഉണ്ട്. അത് ആ മാനുവലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പാനലൊരു 3000 വാട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെയിൽ കുറവായതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മാക്സിമം 900 വാട്ട്സ് വരെ പ്രൊഡക്ഷൻ കിട്ടുന്നുള്ളൂ. അത് സാധാരണ സോളാറിൽ നമുക്ക് അതുകൊണ്ടാണ് ഒരു ബാറ്ററി ഓപ്ഷനിലെന്നല്ല ബാറ്ററിയും കൂടെ വെച്ച് ഹൈബ്രിഡ് ചെയ്യാവുള്ളൂ എന്ന് പലരും പറയാനുള്ള റീസൺ അത്. എന്നാലേ ഒരു ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലത്തെ കണ്ടീഷൻസ് വരുമ്പോൾ അതിന് ഓഫായേ പറ്റുള്ളൂ. ഇപ്പോൾ ബാറ്ററിയിലാണ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറ്ററിയിൽ ഓടുമ്പോൾ റെഡ് കളറിലുള്ള LED ആണ് അതിൽ കത്തുന്നത്. ഇതിൻ്റെ വൈഫൈ ഡോങ്ങിൻ്റെ കാര്യം കൂടെ നോക്കാം. ഇത് സ്മാർട്ട് ജീസസ് ആപ്പാണ്. iOS-നും ആൻഡ്രോയിഡിനും സ്മാർട്ട് ജീസസ് ആപ്പ് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വന്നിരിക്കുന്ന വൈഫൈ ഡോങ്ങിൽ ഒരു DB9 ടൈപ്പ് കണക്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേബിൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇതൊരു സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. ഇത് കണക്ട് ചെയ്യുന്നത് ഒരു RJ45 പോർട്ടിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് ഈ 2 പോർട്ടുകളും തമ്മിൽ കണക്ട് ചെയ്ത ശേഷം നമ്മൾ അടുത്ത എൻഡ് ഈ RJ45 കേബിളിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെങ്ങനെ ബാക്കി കോൺഫിഗർ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ആ യൂസേഴ്സ് മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതും കൂടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് നോക്കാം. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കണക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അടുത്തൊരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കുകയോ ചെയ്യാം. കാര്യം ഇത് മുമ്പുള്ള ഇൻവെർട്ടറുകളിലും ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കുറച്ച് പോർഷൻസ് മാത്രം ഒന്ന് കാണിച്ച് പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു മാനുവൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു പോർട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വൈഫൈ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. RS-232 കമ്മ്യൂണിക്കേഷനാണ്. RS-232 വൈഫൈ എന്ന് എഴുതിയിരിക്കുന്ന പോർട്ടിൽ നമ്മളിപ്പോൾ ഈ ഒരു RJ45 കേബിൾ കണക്ട് ചെയ്യും. ഇതിൻ്റെ അടുത്ത എൻഡ് ആൾറെഡി നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഉള്ള അഡാപ്റ്ററിൻ്റെ സ്റ്റാറ്റസ് കൂടെ ഞാൻ കാണിക്കാം. അതിലേതൊക്കെ LEDs വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പോൾ ഓൾറെഡി വൈഫൈ കോൺഫിഗർഡ് അല്ല. വൈഫൈ കോൺഫിഗർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ആദ്യത്തെ 2 ലൈറ്റുകൾ മാത്രമാണ് ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്നത്. അതിൻ്റെ പവർ കിട്ടുമ്പോഴാണ് ആദ്യത്തെ ഒരു ലൈറ്റും പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലൈറ്റാണ്. അത് ഇൻവെർട്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അത് കാണിക്കുന്നത്. ഇനി അവരുടെ സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. സ്മാർട്ട് ജീസസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോൺഫിഗർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഇപ്പോൾ ഇതിൽ സോളാറും ബാറ്ററിയും മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ചാർജിങ് പാരാമീറ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ വഴി കോൺഫിഗർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത ശേഷമുള്ള സ്റ്റാറ്റസ് ഞാൻ കാണിക്കാം. ഇപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ സക്സസ് ആയിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവാത്ത സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇതിലെ വാല്യൂസ് ഒക്കെ കിട്ടുന്നത്. നമുക്ക് ഡൗൺ ആരോ അടിക്കുന്നത് വഴി അതിലെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എന്താ ഇപ്പോൾ 0 വോൾട്ട് 0 ആംപിയർ ആണ് അത് കാണിക്കുന്നത്. അത് പ്രോട്ടോകോൾ വഴി കിട്ടുന്ന ഡേറ്റയാണ് അത് കാണിക്കുന്നത്. 48 വോൾട്ട് ചുമ്മാ ഡിഫോൾട്ടായിട്ട് അത് കാണിച്ചതാണ് അതിൻ്റെ ഇടയിൽ. പക്ഷേ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ റെഡി ആയിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കാനായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതും ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാം. ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ആൾറെഡി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലോഡ് ടെസ്റ്റിംഗ് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പോർഷൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. കാര്യം ഈ മോഡലിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പല വീഡിയോസിലും ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴി കിട്ടുന്ന ഡേറ്റയാണ് ഈ കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഈ 94% എന്നുള്ള 53.6 എന്ന് പറഞ്ഞ വാല്യൂ കാണിച്ചിരിക്കുന്നത്. ഇതിൽ 461 ആംപിയർ എന്ന് കാണിക്കാൻ കാരണം അത് ചാർജ് ലിമിറ്റാണ്. അത് ആ ഒരു വാല്യൂ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി പ്രോട്ടോക്കോളിൻ്റെ എററാണ്. JKBMSൻ്റെ വെർഷൻ 35 വന്നൊരു പ്രോട്ടോക്കോളിൻ്റെ എറർ കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. JKBMS ആണ്. ബാക്കി സ്റ്റാറ്റസ് എല്ലാം അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ലോവസ്റ്റ് സെല്ലും ഹയസ്റ്റ് സെല്ലും പിന്നെ ബാക്കി ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേഷന് ശേഷം കാണിക്കുന്നുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ഇതേ കാര്യം ജെ കെ ബി എം എസിൻ്റെ മൊബൈൽ ആപ്പ് വഴിയും വെരിഫൈ ചെയ്യാം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജെ കെ ബി എം എസിൻ്റെ മൊബൈൽ ആപ്പിലും ഇതേ സ്റ്റാറ്റസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം 53.67 വോൾട്ടും 5 ആമ്പിയറുമാണ് വരുന്നത്. ഇതിലെ പൈലോൺടെക് പ്രോട്ടോക്കോളാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പൈലോൺടെക് പ്രോട്ടോക്കോൾ 15.35 firmwareൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് നേരത്തെ ആ ഒരു പ്രോബ്ലം കാണിച്ചത്. ഈ മോസ്ഫെറ്റ് ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് വഴി. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററി വോൾട്ടും പിന്നെ ബാക്കി പറഞ്ഞ പോലെ ലോസ്റ്റ് സെല്ലും ഹയസ്റ്റ് സെല്ലും ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് 53.6 വോൾട്ട് 94%. കമ്മ്യൂണിക്കേഷൻ സക്സസ് അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒന്നും കാണിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ LIL പ്രോട്ടോക്കോളാണ് വേണ്ടത്. അഞ്ചാമത്തത് LIL പ്രോട്ടോക്കോളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് മാറ്റിയിരിക്കാം. അത് എന്നാലേ കമ്മ്യൂണിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ പ്രോട്ടോക്കോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് പൈലോൺടെക് ആണ്. അതുകൂടാതെ സെറ്റിങ്സ് നമ്പർ 49ൽ 43 എന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇതിൽ 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ID നമ്പർ 1 ആണ്. മിക്കവാറും നമ്മൾ 0-ലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും 43 കൊടുക്കാൻ ശ്രമിക്കുക. ബാറ്ററി സ്ക്രീനിൽ കണ്ട അതേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ബാറ്ററി സ്ക്രീനിലും കാണാൻ പറ്റും. ഞാനിവിടെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നിൻ്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ നിങ്ങളൊരു DIY കേബിളായിരിക്കും ചെയ്യേണ്ടത്. ഒരു RJ45 കേബിൾ നിങ്ങൾ തന്നെ ക്രിമ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസാണ് ഇവിടെ സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ വേവ് ഫോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പോർട്ടബിൾ ഓസിലോസ്കോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇതൊരു ജസ്റ്റ് ഒരു പോർട്ടബിൾ ഓസിലോസ്കോപ്പ് നമ്മുടെ ഇതേപോലുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഒരു സിഗ്നൽ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ. മൾട്ടി സിഗ്നലുകളൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ആണെങ്കിൽ വില കൂടും. ഇത് ഇതേപോലുള്ള ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ കണക്ഷൻ ഓണാക്കാം. കണക്ഷൻ ഓണാക്കുന്ന സമയത്ത് നമുക്കിത് പ്യുവർ സൈൻ വേവ് ഫോം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ റീഡിങ്സ് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ആ റൺ ബട്ടണിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റീഡിങ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ താഴെയായിട്ട് റൺ ബട്ടണുണ്ട്. റൺ ബട്ടണിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ റീഡിങ്സ് എല്ലാം ഒന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു പ്യുവർ സൈൻ വേവ് ഫോമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതിൻ്റെ റീഡിങ്സും ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. നമ്മളൊരു ഓഫ് ഗ്രിഡ് സോളാർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സൈൻ വേവ് ഇൻവെർട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പക്ക സൈൻ വേവ് ആയിരിക്കും കിട്ടുന്നത്. പ്യുവർ സൈൻ വേവ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഗ്രിഡിലത്തെ കാര്യം ഞാൻ ലാസ്റ്റ് പോർഷനിൽ ഞാൻ കാണിക്കാം. ഗ്രിഡിൽ ബൈപ്പാസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ടെസ്റ്റിങ്ങിനായിട്ട് ഞാൻ ഗ്രിഡും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബൈപ്പാസ് ചെയ്ത് വരുമ്പോൾ ഉള്ള വാല്യൂ കാണിച്ചു തരാം. അലിബാബയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു ഇൻവെർട്ടർ എടുത്ത് ഒരു പണി കിട്ടിയ ശേഷമാണ് ഇങ്ങനൊരു സാധനം ഞാൻ വാങ്ങിയത്. കാര്യം അതിൽ അവർ ലാസ്റ്റ് നല്ല രീതിയിലൊരു പണി കിട്ടി. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് സോളാർ പ്ലസ് ബാറ്ററി മോഡിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ആവുന്നതാണ്. ഇപ്പോൾ സോളാർ പ്ലസ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വേവ് ഫോമാണ്. ഇനി ബാറ്ററി മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ വേവ് ഫോമും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം മറ്റേ ആ ഇൻവെർട്ടറിൽ കിട്ടിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേവ് ഫോം കറക്റ്റ് അല്ലായിരുന്നു. ചൈനയിൽ നിന്ന് പ്യുവർ സൈൻ വേവ് ഫോം എന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഏത് സെല്ലറിൻ്റെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ബാറ്ററി ഒളി മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്കാ നമുക്ക് സൈൻ വേവ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ബൈപ്പാസ് ചെയ്ത് ഗ്രിഡ് മോഡിൽ വരുമ്പോൾ ഗ്രിഡിൽ നിന്നുള്ള വാല്യൂ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിത് അല്ലാതെ ഡയറക്റ്റും ചെക്ക് ചെയ്ത് നോക്കി. ഗ്രിഡിൽ നിന്ന് കണക്ട് ചെയ്ത് വേറെ ഒരു എക്യുപ്മെൻറ്റും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നതിൻ്റെ വാല്യൂ വെച്ചിട്ടായിരിക്കാം ഇതിങ്ങനൊരു വേവ് ഫോം ഗ്രിഡിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഗ്രിഡിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ അതായത് KCB ഇങ്ങനൊരു വേവ് ഫോം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ KCB ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മറ്റ് പലരും പല ഡിവൈസുകളും കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതൊക്കെ കൂടെ ഉണ്ടാക്കുന്ന ഒരു ഡിസ്ട്രോഷൻ കാരണമാണ് ഇങ്ങനൊരു വേവ് ഫോം നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു KCBയുടെ കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവർ പക്കാ പ്യുവർ സൈൻ വേവ് തന്നെയാണ് ലൈനിൽ കൊടുക്കുന്നത്. പക്ഷേ മറ്റ് ഡിവൈസുകൾ ചേർന്ന് അതിനെ കുളവാക്കുന്നതാണ്. ഇവിടെയാണ് ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അവർക്ക് ഒരു പക്ക പ്യുവർ സൈൻ വേവ് തന്നെ എപ്പോഴും കിട്ടും ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുമ്പോൾ.